ഇന്ത്യ അമേരിക്ക പ്രതിരോധ കരാറുകളിൽ ആശങ്ക പ്രകടിപ്പിച്ച പാകിസ്ഥാനെ പേരെടുത്ത് പരാമർശിക്കുന്ന ഇന്ത്യ അമേരിക്ക സംയുക്ത പ്രസ്താവനയിലും പാകിസ്ഥാന്റെ പ്രതിഷേധമുണ്ടായി. അമേരിക്കയ്ക്കുള്ളിലും പുറത്തും ഇലോൺ മസ്കിന് കൂടുതൽ അധികാരം നൽകുന്നതിൽ അമേരിക്കൻ കോൺഗ്രസിൽ അസ്വാസ്ഥ്യം. പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ നല്ല ഉറക്കം കിട്ടിയതിന്റെ ഒരു സന്തോഷം മുഖത്തുണ്ടല്ലോ. നല്ല ഉറക്കം കിട്ടി. എന്ത് ഇഷ്ടം ഇന്നലെ രാത്രി പ്രയോഗം ശരിയല്ല കേട്ടോ. ഞാൻ അല്ലെങ്കിൽ തന്നെ സുന്ദരനല്ലേ എസ് കെ. അല്ലേ, ഇന്നലെ രാത്രി തന്നെ പുട്ടിയിട്ട് വെച്ചെന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊക്കെ കേൾക്കുന്നത് ഒരു സുഖമാണ് അല്ലേ. ഇവിടെ ഗ്ലാമർ മുടിഞ്ഞ ഗ്ലാമർ തന്നെ കേട്ടോ. പ്രത്യേകിച്ച് വിദേശ യാത്രയൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷം കുറച്ച് കൂടിയിട്ടുണ്ട്. അല്ല, അസൂയപ്പെട്ട കാര്യമില്ല. ഈ നമ്മുടെ ഓസ്മോസിസ് പ്രവർത്തനം കൊണ്ട് കുറച്ച് ഗ്ലാമർ കൂടി. ഓക്കെ, അപ്പം നമുക്ക് അമേരിക്കയിലേക്ക്. എസ് കെ എൻ, ഈ പാകിസ്ഥാൻ വല്ലാതെ അസ്വസ്ഥമാണ്. പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് ഒരു കാലത്ത് അമേരിക്കയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള സഖ്യകക്ഷിയായിരുന്നു പാകിസ്ഥാൻ. മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ വലിയ അസൂയ ജനിപ്പിക്കുന്ന രീതിയിൽ പാകിസ്ഥാനെ അമേരിക്ക സഹായിച്ചുകൊണ്ടിരുന്നു. അമേരിക്കയുടെ വലിയ ഫണ്ടിങ്, F-16 വിമാനങ്ങളടക്കം അമേരിക്കയുടെ അത്യാധുനിക വിമാനങ്ങൾ ഏഷ്യയിൽ വന്നുകൊണ്ടിരുന്നത് പാകിസ്ഥാൻ വഴിയാണ്. ഇന്ന് കാര്യങ്ങൾ മാറി മറിയുന്നതിൻ്റെ ഏറ്റവും വലിയ അസ്വാസ്ഥ്യവും അതുപോലെ തന്നെ ആശങ്കയും പാകിസ്ഥാനുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രതിരോധ കൂട്ടുകെട്ട് വരുന്നു. അവിടുത്തെ F-35 എന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അത്യാധുനിക യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകാൻ പോകുന്നു. ഡ്രോണുകൾ വാങ്ങിക്കാൻ പോകുന്നു, ആയുധങ്ങൾ വാങ്ങുന്നു. ഇത് വല്ലാതെ പാകിസ്ഥാൻ അസ്വസ്ഥമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രാലയം പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും ചേർന്ന് ഇങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാവുന്നതും പാകിസ്ഥാനെ ഏകപക്ഷീയമായി മാറ്റി നിർത്തുന്നതും ശരിയല്ല, ഞങ്ങളതിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നു എന്നാണ് പാക് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അനുകൂലമായി അമേരിക്ക മാറുന്നു എന്നുള്ള തരത്തിലാണ് അവർ പ്രതികരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സംയുക്ത പ്രസ്താവനയിൽ, ഇൻഡോ അമേരിക്കൻ സംയുക്ത പ്രസ്താവനയിൽ ഈ മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതികളെ പാകിസ്ഥാൻ വിട്ടു നൽകണമെന്ന് അമേരിക്ക ഇന്ത്യയോടൊപ്പം ചേർന്ന് ആവശ്യപ്പെട്ടിരിക്കുക. അത് പാകിസ്ഥാനെ ഏകപക്ഷീയമായിട്ട് പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് തുല്യമാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ പാകിസ്ഥാനാണ് ഇതിൻ്റെ പിറകിലെന്ന് അന്വേഷണത്തിലൊക്കെ തെളിഞ്ഞിട്ടുള്ളതാണ്. അവിടുത്തെ ISIയും പാക് സൈന്യവും ഒക്കെ മുംബൈ ഭീകരാക്രമണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും അവരാണ് നേരിട്ട് ഇടപെടൽ നടത്തിയെന്നുള്ളതും തെളിവുള്ള കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് തഹാവൂർ റാണയെ, കാനഡയിൽ ജനിച്ച പാകിസ്ഥാനിയായിട്ടുള്ള റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകാൻ അമേരിക്ക തയ്യാറായത്. അപ്പോൾ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാനിലും കാനഡയിലൊക്കെ പോയി ആൾക്കാരെ കൊല്ലുന്നു, ആ തരത്തിൽ ഭീകരപ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അതൊന്നും പറയാതെ പാകിസ്ഥാനെ മാത്രം കുറ്റപ്പെടുത്തിയിരിക്കുന്നതിനെതിരെയാണ് അവർ രംഗത്ത് വന്നത്. അതിനിടയിൽ SKN വലിയ ഒരു ചർച്ച ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് US കോൺഗ്രസിൻ്റെ അധികാരങ്ങൾക്ക് മേലെ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ബ്യൂറോക്രാറ്റായി എലോൺ മസ്ക് മാറിയിരിക്കുന്നുവെന്നുള്ളതാണ്. അതിനെതിരെ US കോൺഗ്രസിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പ്രമുഖരൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ട്രംപിൻ്റെ പാർട്ടിയിൽ തന്നെ അസ്വസ്ഥയുണ്ടാകുന്നു. US കോൺഗ്രസിൽ ചർച്ച ചെയ്യേണ്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ഇലോൺ മസ്കുമായിട്ടാണ്. അതിന് ഉദാഹരണമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ട് ട്രംപ് സംസാരിച്ചപ്പോൾ തൊട്ടടുത്തിരുന്നത് ഇലോൺ മസ്കാണ്. ഇലോൺ മസ്കിനാണ് ഫോൺ കൈമാറിയത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കൾ വന്നപ്പോൾ, ഇസ്രായേലി പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് നേതാക്കളൊക്കെ വന്നപ്പോഴും ഇലോൺ മസ്കിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുപോലെ ഏറ്റവും അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ ട്രംപിനെ കാണുന്നതിന് മുമ്പ് എലോൺ മസ്കുമായിട്ടാണ് ചർച്ച നടത്തിയത്. എലോൺ മസ്ക് ഇന്ത്യയിലേക്ക് വലിയ ബിസിനസ് സാമ്രാജ്യവുമായിട്ട് വരുന്നു എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. എന്ന് മാത്രമല്ല, എലോൺ മസ്കിൻ്റെ ഷിവൺ സില്ലിസ് എന്ന പാർട്ട്ണറും 3 കുട്ടികളും അടക്കമാണ് കണ്ടത്. കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുത്തു. എന്ന് മാത്രമല്ല, JD വാൻസ് എന്ന US വൈസ് പ്രസിഡന്റ് പാരീസിലെത്തിയപ്പോൾ അവിടെയും JD വാൻസിൻ്റെ കുടുംബം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. അവർക്കും സമ്മാനങ്ങൾ നൽകി. ഗിഫ്റ്റ് ഡിപ്ലോമസി എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. കുടുംബാംഗങ്ങളുമായിട്ട് കണ്ടുമുട്ടുന്നു. ട്രംപുമായിട്ടുള്ള സംസാരത്തിലും എലോൺ മസ്ക് ഉണ്ടായിരുന്നു. എലോൺ മസ്കിനെ കുറിച്ച് ട്രംപ് പറഞ്ഞത് ഇന്ത്യയിൽ വലിയ ബിസിനസ് താല്പര്യം ഇയാൾക്കുണ്ട് എന്നുള്ള തരത്തിലാണ്. ഇതിനെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും US കോൺഗ്രസിൽ വരുന്നുണ്ട്. US കോൺഗ്രസ്സിലെ ഡിപ്ലോമാറ്റിക് പ്രോട്ടോക്കോൾ വിട്ടുകൊണ്ടാണ് ഇലോൺ മസ്കിന് ഇത്രയും അധികാരങ്ങൾ നൽകുന്നതെന്നുള്ള വാദമാണ് ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എലോൺ മസ്ക് ഒരു രക്ഷകനായിട്ടാണ് കാണുന്നത്. ഇലക്ഷൻ നടക്കുമ്പോൾ $1000 കോടി, ഏതാണ്ട് 84,000 കോടിയാണ് ട്രംപിനെ വിജയിപ്പിക്കാൻ വേണ്ടി മസ്ക് റിസ്ക് എടുത്ത് ചിലവാക്കിയത്. അത് ഫലം കണ്ടു. എന്ന് മാത്രമല്ല, സുനിത വില്യംസിനെയൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള ദൗത്യം 8 മാസമായി കുടുങ്ങിക്കിടക്കുന്നു. അവിടെയും മസ്കിൻ്റെ സ്റ്റാർ ഇതാണ് പോകുന്നത്. അപ്പോൾ ആ തരത്തിൽ SpaceX ആണ് പോകുന്നത്. അപ്പോൾ SpaceXൻ്റെ കാര്യത്തിലും
ആ തരത്തിൽ ഇത് വന്നിരിക്കുന്നു. അതുകൊണ്ട് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള ബന്ധമാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ ചർച്ചാ പി ജെയിംസേ, ഞാൻ ഈ മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പി ജെയിംസിന്റെ ഫാൻസ് അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. റഫീഖ് പറയുന്നു, SKN താങ്കളുടെ അത്രയും പി ജെയിംസ് പെയിന്റ് അടിക്കുന്നില്ല. ശരിയല്ലേ പി ഹായ് 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 ഇത് 3 തവണ പറഞ്ഞിരിക്കുന്നു. സുന്ദരനാണ്. അതിനെക്കുറിച്ചും പറഞ്ഞു. ഷിജു പറയുന്ന 2 വൃദ്ധന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്നു. വാർത്തയ്ക്ക് നമ്മുടെ നാട്ടിലൊരു ശാപമാണ് പി. നമ്മളെ പോലെ ചെറുപ്പക്കാരായിട്ട് ആരുണ്ട് ഈ സ്ക്രീനിലും പുറത്തും. എൻ്റെ അമ്മ, എന്തായാലും നന്നായി. അപ്പോൾ നമുക്കിനി മറ്റൊരു കാര്യം, അതായത് ഈ ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് 369 പലസ്തീൻകാരെ ഇന്ന് മോചിപ്പിക്കുന്നു. അതുപോലെ 3 ഇസ്രായേലി പൗരന്മാരെയും മോചിപ്പിക്കുന്നു എന്ന വാർത്തയുണ്ട്. എന്താണ് ഈ ശരിക്കും അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പൊക്കെ ഗുണം ചെയ്യുന്നു എന്ന് വേണ്ടേ നമ്മൾ കരുതാൻ? യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു ശനിയാഴ്ച, ഒരു 2 ദിവസം മുമ്പ് വരെ എല്ലാവരും മുൾമുനയിൽ കണ്ട ഒരു ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് ഈ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വീണ്ടും ഒരു യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളും, നരകവാതിലുകൾ തുറക്കുന്നത് പോലെയുള്ള ആക്രമണമായിരിക്കും ഗസയിൽ നടക്കുക എന്നുള്ള വലിയ തരത്തിലുള്ള ഭീഷണിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കട്സും പറഞ്ഞത്. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവർക്ക് പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു. എന്തായാലും ഹമാസ് അയഞ്ഞു, ഈജിപ്തും ഖത്തറും ഇടപെട്ടു. ഇപ്പോൾ ഇന്ന് 369 പാലസ്തീൻ തടവുകാരെ കൂടി വിട്ടയക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1000-ലേറെ തടവുകാരായിരിക്കും ഇതിനകം വിട്ടയച്ച പട്ടികയിൽപ്പെടുക. 3 ഇസ്രായേലി ബന്ദികൾക്ക് പകരമായിട്ടാണ് 369 പാലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നത്. കാരണം ആയിരക്കണക്കിന് തടവുകാരുണ്ട് അവിടെ. അതിൽ 36 പേര് ജീവപര്യന്തം ശിക്ഷയുമായിട്ട് ഇസ്രായേലിൽ കഴിയുന്നവരാണ്. 333 പേരാണ് ഗസയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയവർ. അതിൽ കമൽ അദ്വാൻ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറുണ്ട്. അദ്ദേഹത്തെ ഇപ്പോഴും വിട്ടയച്ചതായി റിപ്പോർട്ടില്ല. ഒരു കാര്യമില്ലാതെ പിടിച്ചുകൊണ്ടുപോയായിരുന്നു. കമൽ അദ്വാൻ ഹോസ്പിറ്റൽ ബോംബിട്ട് തകർത്ത് അവർ പറയുന്നത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് ഹോസ്പിറ്റൽ ഡയറക്ടർ, അദ്ദേഹം ഡോക്ടർ കൂടിയാണ് പറയുന്നത്. എന്തായാലും ഈ തരത്തിൽ അവിടുത്തെ യുദ്ധം ഒഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വെസ്റ്റ് ബാങ്കിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഇസ്രായേലി കുടിയേറ്റക്കാർ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ മുന്നോട്ട് പോകുന്നു, പാലസ്തീൻകാരായിട്ട് ഏറ്റുമുട്ടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി പാലസ്തീൻകാർക്ക് പരിക്കേറ്റുമെന്ന് വാർത്ത വരുന്നുണ്ട്. ഒപ്പം തന്നെ ലെബനനിൽ അവിടെ UN-ന്റെ സമാധാന സേനയുണ്ട്. സമാധാന സേനയ്ക്ക് നേരെ ഹെസ്ബുള്ളയുടെ സപ്പോർട്ടുള്ള ഒരു ജനക്കൂട്ടം ആക്രമിച്ചു. അവരുടെ കമാൻഡർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ലെബനനിൽ വെടിനിർത്തലായി, നേരിട്ടുള്ള ഏറ്റുമുട്ടലില്ലെങ്കിലും ഈ തരത്തിലുള്ള സംഭവവാസങ്ങൾ നടക്കുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടരുകയും ചെയ്യുന്നു. പക്ഷേ ഗസയിൽ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പി നമ്മളിത് നമ്മുടെ ഈ ചെറിയ സംവാദം അവസാനിപ്പിക്കുമ്പോൾ സജിത് മാധവൻ പറയുന്നു, PPയുടെ അത്യാവശ്യം കാശുണ്ടോ ഇപ്പം? അതാണ് SKN അത്യാവശ്യം വരുമ്പോൾ പൈസ PP കടം തരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂപ്പരെ കാണുമ്പോൾ SKN വല്ലാത്തൊരു ആവേശം. PP കാശൊക്കെ സൂക്ഷിച്ചു വെച്ചോളൂ. ഇല്ലല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, ഞാൻ എൻ്റെ 90% ഞാൻ PPക്ക് തരുന്നു. PP സന്തോഷമായിട്ട് കഴിയൂ. PPയുടെ വിദേശ വാർത്തകൾ ഇനി നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ.